ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറിയും അതേപോലെ നെയ്ച്ചോറും ഉണ്ടാക്കാം. നമുക്ക് ആദ്യമേ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി അങ്ങ് മാറ്റി വെച്ചേക്കാവേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സവാള എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് ഇതേ ഒരു ചട്ടിയിൽ എടുത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കാൻ പരുവത്തിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ കുനുകുനാന്ന് അരിഞ്ഞ സവാള ഇട്ട് ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇനി മൂപ്പിച്ചെടുക്കണേ. അങ്ങ് കരിഞ്ഞു പോകരുത്. തീ സിമ്മിലിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. മറ്റൊരു പാൻ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് സ്പൈസസ് ഒക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ സ്പൈസസ് ആയിട്ട് ഇവിടെ പെരിഞ്ജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ബേ ലീഫ്, അതേപോലെ തന്നെ പെരിഞ്ജീരകം, ഏലക്ക, കുരുമുളക്, അങ്ങനെ അതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് അതൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വറുത്തുള്ളി ഉണ്ടല്ലോ, ആ ഒരു വറുത്തുള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് അതും കൂടി ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ 2 കപ്പ് അരി നേരത്തെ വെള്ളത്തിനകത്തോട്ടൊന്ന് ഒരു 10 മിനിറ്റ് കുതിർത്തിട്ടുണ്ടായിരുന്നു. ആ അരി എടുത്ത് നമുക്ക് അതിനകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അരിയെല്ലാം ഇവിടെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും പിന്നെ കുറച്ച് നെയ്യും അതേപോലെ കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി വെക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇട്ട് പുരട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ സവാളയും നിറയെ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കൊച്ചുള്ളിയും കൂടെ എടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇനി വഴട്ടിയെടുക്കണേ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉള്ളിയൊക്കെ ഒരു ഏകദേശം വഴന്ന് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഞാനാണെങ്കിൽ നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് വെളുത്തുള്ളി കുറേ എടുത്തിട്ടുള്ളത്. അതുമല്ല, ചിക്കൻ കറിക്ക് വെളുത്തുള്ളി ഒന്ന് മുൻതൂക്കം നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കണേ. ഈ ഒരു സമയം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ നേരത്തെ ചിക്കനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്തും ചെറുതായിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സമയം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു സൈഡിലോട്ട് ഇങ്ങനെ അങ്ങ് നീക്കി വെക്കണേ. ഈ നീക്കി വെക്കുന്ന ആ സൈഡിലോട്ട് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. സാധാരണ ഇടുന്ന പൊടികൾ മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, ഇത്രയാണ് ഞാനിവിടെ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇങ്ങനെ ആ ഒരു ചട്ടിയുടെ സൈഡിലോട്ടിട്ട് നല്ലോണം ഇനി എടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയുമായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. അങ്ങനെ മസാലയും ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം യോജിച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു സമയം നമുക്ക് തക്കാളിയും അതേപോലെ തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കാണാവേ. ഈ ഒരു സമയം നമുക്ക് തിളപ്പിച്ച് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം, നമുക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് അടപ്പൊക്കെ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരുവേ. ഈ ഒരു സമയം നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് നെയ്ച്ചോറും അതേപോലെ നമ്മുടെ ചിക്കൻ കറിയില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ കറി അങ്ങോട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ സൈഡായിട്ട് ഇവിടെ കച്ചമ്പർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കച്ചമ്പറും പിന്നെ ഒരു പപ്പടവും ഇച്ചിരി അച്ചാറും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അതേപോലെ തന്നെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് അമക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.